നാളെ നിങ്ങളുടെ മക്കളും ഇതുപോലെയൊക്കെ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പെൺമക്കള് ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? ഇൻസ്റ്റാഗ്രാമിൽ സബ്സ്ക്രിപ്ഷൻ, കണ്ടന്റ് ക്രിയേഷൻ എന്ന പേരിൽ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസങ്ങളൊക്കെ നിങ്ങൾ കാണുന്നല്ലേ? പ്രബുദ്ധ കേരളത്തിലുണ്ട് ഇഷ്ടംപോലെ ആളുകൾ. നമ്മുടെ കേരളത്തിലെ മുഖ്യധാര ഇൻഫ്ലുവൻസർമാർ പോലും ഇതിനെപ്പറ്റി സംസാരിക്കാത്ത എന്താ? ചുരുക്കം ചില ആൾക്കാർ മാത്രം ഇതിനെ ഹാസ്യവൽക്കരിച്ചുകൊണ്ട് കാണിക്കുന്നത് കണ്ടു. നമുക്കൊന്നും കാണിക്കാനില്ലല്ലോ, നമുക്ക് എന്തെങ്കിലും കാണിക്കാനുണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് പൈസ ഉണ്ടാക്കായിരുന്നു. അങ്ങനെ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിൽ കണ്ട ഒരു കമന്റ് ഞാൻ കാണിച്ചുതരാം. നാളെ നിങ്ങളുടെ മകളോ ഭാര്യയോ ആണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളത് സമ്മതിക്കുമോ? അപ്പോഴും നിങ്ങൾ ഇതുപോലെ പറയുമോ? ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു ശതമാനം ചെറിയ പിഞ്ചു മക്കളാണ്. നാളെ എനിക്കും നിങ്ങൾക്കും മക്കളുണ്ടാവും. ഇവരും ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇവരും ഈ സോഷ്യൽ മീഡിയ ഒക്കെ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇതൊക്കെയാണോ അവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കേരളത്തിലെ സ്ത്രീജനങ്ങൾ ആരും ഇതിനെപ്പറ്റി ഒന്നും പ്രതികരിക്കുന്നത് ഞാൻ കണ്ടില്ല. എന്റെ പൊന്നമ്മമാരെ, ചേച്ചിമാരെ, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? നമ്മളും മക്കളെ വളർത്തുന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ പിള്ളേരെ വഴിതെറ്റിക്കാനുള്ള സാധനങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിന് പുറമെ ഇതും കൂടെ വേണോ? മക്കളെ വളർത്തുന്ന, പ്രത്യേകിച്ച് പെൺമക്കളെ വളർത്തുന്ന അച്ഛനമ്മമാര് പേടിക്കേണ്ട കാലമാണ് ഇനി വരാൻ പോകുന്നത്. ഇതിനെ ഒരിക്കലും നമ്മളൊരു തമാശയായിട്ട് കാണരുത്. പല കാര്യങ്ങളും ഇതുപോലെയാണ് നോർമലൈസ് ചെയ്യപ്പെടുന്നത്. ആദ്യം അവർ തമാശയായിട്ട് സൊസൈറ്റിയിൽ അത് ഇൻജക്ട് ചെയ്യും, പിന്നീട് അത് നോർമലൈസ് ചെയ്യും. അവരെന്താ ചിന്തിക്കുക? ഇതൊക്കെ നോർമലല്ലേ, നമുക്കും ചെയ്തുകൂടെ? ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കണം. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നുന്നവര്, നിങ്ങൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഇൻഫ്ലുവൻസർമാരെ, റിയാക്ട് ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റർമാരെ ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യൂ. അവർക്കിത് ഷെയർ ചെയ്യൂ. ഇന്ന് നമ്മൾ ഇതിനെതിരെ കണ്ണടച്ചാൽ നാളെ നമ്മൾ കരയേണ്ടി വരും. സെൻസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് പോലും റിമൂവ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം എന്തുകൊണ്ട് ഇതൊന്നും നിർത്തലാക്കുന്നില്ല? കാരണം ബിസിനസ്സാണ്, ഇതെല്ലാം അവരുടെ ബിസിനസ്സാണ്. അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത് പണമാണ്. അപ്പൊ അതേ ഉള്ളൂ, വേറൊന്നും പറയാനില്ല.